നമ്മുടെ ആയുധം എടുക്കുക. സബാഷ് പോട്ടെ. ഗായ്സ്, അപ്പോൾ സുബൈൽസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വണ്ടി കഴുകാൻ പോകണം. നമുക്ക് വണ്ടി എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും നമുക്കൊന്ന് വാക്യൂം ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് റബ്ബർ ഡക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. റബ്ബർ ഡക്ക് ഒരു സർവീസ് സെൻ്ററാണ്. പക്ഷേ അവിടെ ഓട്ടോമാറ്റിക് കാർ വാഷും ഉണ്ട്. പിന്നെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് വണ്ടി പുറം എക്സ്റ്റീരിയർ കഴുകാനും സോപ്പ് ഇട്ട് കഴുകാനും പിന്നെ വാക്സ് ചെയ്ത് സ്മൂത്തായിട്ട് എടുക്കാനും സ്പേസ് തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നല്ല അത്യാവശ്യം കാണാൻ നല്ല ഒരു എന്താ പറയുക ഒരു വെതറാണ്. ഇപ്പോൾ ചൂടാണ്. ഇപ്പോൾ ഏകദേശം ഫീൽസ് ലൈക്ക് മൈനസ് അല്ല സോറി ഒരു 25-28 ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ. അവിടെ പോയാൽ ഭയങ്കര തിരക്കാണ്. കാരണം ഒന്നാമത് കുറേ വണ്ടികൾ തന്നെ ഇന്നിപ്പോൾ ഒന്നാമത് സാറ്റർഡേ ആണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണാൻ പോകുന്നത് ഞായറാഴ്ച ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ പോവാം. അപ്പോൾ നമ്മൾ ഏകദേശം സ്ഥലത്തെത്താനായി. എന്താണ് അവിടുത്തെ അവസ്ഥ അറിയില്ല. കാരണം കുറേ വണ്ടികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് സ്പോട്ട് ഇല്ലെങ്കിൽ നമ്മൾ ആ സ്പോട്ട് കിട്ടണ വരേക്കും നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. സ്പോട്ട് കിട്ടി. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണം. വണ്ടികൾ വരുന്നുണ്ട്. ആ അപ്പുറത്തെ വണ്ടി വരുന്നത് റൈറ്റ് കാണാം. അപ്പോൾ നമുക്ക് സബാഷ് നമുക്ക് ഇതിലൂടെ പോവാം. ഇവിടെ പോയി നമുക്ക് ഇതിലൂടെ കയറ്റിയെടുക്കാം. ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഇതിലാണ് നമ്മുടെ കളി. നമ്മുടെ അടുത്ത് കോയിൻസ് ഉണ്ട്. നമുക്കത് ആദ്യം കോയിൻസ് ഇട്ട് ഇത് $2 ഇതിടാം പിന്നെ ഇതിടാം. അപ്പോൾ നമുക്ക് സോപ്പ് ഇടാം. സോപ്പ് ഇതിലായിരിക്കും വരാം. സോപ്പ് സോപ്പ് വരുന്നില്ലല്ലോ. എന്താ സോപ്പല്ലേ? അയ്യോ, എന്നാൽ ഒരു കാര്യം ചെയ്യാം. ഫോം ബ്രഷ് എടുക്കാം. ഫോം ബ്രഷ് കമാൺ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ കാണാം സോപ്പ്, റിൻസ്, വാക്സ്, മോട്ടോർ ക്ലീൻ. നമുക്ക് ബോണറ്റൊക്കെ തുറന്നിട്ട് ക്ലീൻ ആക്കാനല്ലേ. ടയർ ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല. പ്രീ സോക്ക്. ഇതാണ് സംഭവം. അപ്പോൾ
സാരല്ലേ, ഏതായാലും നമ്മൾ ഫോം ബ്രഷ് ചെയ്തു. ഇപ്പോൾ ഫോം ബ്രഷാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് റിൻസും വാക്സും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് റിൻസിലേക്ക് ഇട്ടിട്ട് ഇതിലിപ്പോൾ കാണുന്ന $3. അപ്പോൾ നമുക്ക് കാർഡ് എടുത്തിട്ട് ഇതിലിപ്പോൾ എങ്ങനെപ്പോൾ സംഭവം, അതായത് സെലക്ട് യുവർ എമൗണ്ട്, ദെൻ പുഷ് ഓക്കെ, ദെൻ ടാപ്പ് യുവർ കാർഡ്. പെർഫെക്റ്റ്. ഓക്കെ, ടാപ്പ് ചെയ്തു. ഇനി നമ്മുടെ ഇതെടുക്കുക. സബാഷ്, പോട്ടെ. നമ്മളിപ്പോൾ വെള്ളം അടിച്ചു. ഇനി നേരെ വാക്സിലേക്ക്. അപ്പോൾ ഈ ടൈം കഴിയണ വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വാക്സ് അടിക്കാം. വാക്സ് അടിച്ചതിൻ്റെ ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലീൻ ടവൽ എടുത്തിട്ട് നമുക്ക് എന്താ പറയുക, വെള്ളം ഒഴിവാക്കാം. നമുക്ക് തുടക്കണം. അപ്പുറത്തെ സൈഡിൽ എന്താ പറയുക, ഓട്ടോമാറ്റിക് കാർ വാഷാണ്. പിന്നെ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ വാക്യൂം മെഷീൻസ് ആട്ടോ. നമുക്ക് വാക്യൂം അങ്ങനെ അധികം ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഉള്ളിൽ ചളി ഉണ്ട്. ഈ പൈപ്പ് ഉണ്ടല്ലോ, ഈ പൈപ്പ് എപ്പോഴും വണ്ടിമേ തട്ടും. എത്ര ശ്രദ്ധിച്ചാലും ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോകണം. ഇതിൻ്റെ ഇടയിലൊക്കെ മറുകാടിൻ്റെ ഉള്ളിലൊക്കെ ഓ ലാസ്റ്റ് ഒരു മിനിറ്റ്. ഓ ക്യാമറയുടെ അളകിൽ ഇത് തട്ടിയത്. ബൈക്കല്ലേ? ഇനി 10 സെക്കൻഡ് ഉള്ളത് വെള്ളം. അയ്യോ കഴിഞ്ഞ. ഓക്കെ ഫിനിഷ്. ഇനി നമുക്കിതിവിടെ തിരിച്ച് വെച്ച് അങ്ങനെ ഇതൊന്ന് തുടച്ചെടുക്കണം. ഗായ്സ് അപ്പോൾ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു. നമ്മൾ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ബാക്കിലേക്ക് പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അവിടെ വേറെ 2-3 വണ്ടികൾ വന്നു. അപ്പോൾ നമ്മളിവിടെ റോഡ് സൈഡിൽ തന്നെ നമ്മൾ വാക്യൂം മെഷീൻ ഏതായാലും ഉപയോഗിക്കണില്ല. പക്ഷെ ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏതപ്പോൾ എടുക്കുക, ഈ ഒരു തുണിയുണ്ട്. പിന്നെ തുടച്ചതിന് ശേഷം ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, സെറാമിക് ഡീറ്റെയിൽ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുക്കണം.
ഗായ്സ്, അപ്പോൾ നമ്മളുടെ വണ്ടി ഒന്ന് തുടച്ചെടുത്തു. ഇനി നമുക്ക് സെറാമിക് ഡീറ്റെയിലർ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ ഓൾറെഡി വാക്സ് ഉണ്ട്, പക്ഷേ അതിൻ്റെ മേലെ കൂടെ ഈ ഒരു സെറാമിക് ഡീറ്റെയിലറും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഗതി പൊളിക്കും, നല്ല ഷൈനിങ് കിട്ടും. എപ്പടി അപ്പോൾ ഗായ്സ്, നമ്മളുടെ ഗോഡ്സില അയ്യോ, ഇവിടുത്തെ നിന്നിങ്ങനെ വെള്ളം വന്നു ഇവിടെ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഗോഡ്സില ഇതാ എന്താ പറയുക മിനുക്കിയെടുത്തു. ഫ്രണ്ട് കാണാൻ എന്താ പറയുക ഗുമ്മ്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു പാർക്കിംഗ് സ്പോട്ടിൽ പോയിട്ട് കുറച്ച് നല്ല വീഡിയോസ് ക്യാപ്ചർ ചെയ്യണം. അപ്പോൾ എങ്ങനെ ഉണ്ടാവും, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഗായ്സ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുമ്പ് ഞാനൊരു മീൻ പിടിക്കണ വീഡിയോ ഇട്ടിരുന്നു, എന്താ പറയുക കൈ കൊണ്ട് മീൻ പിടിക്കണതൊക്കെ. അപ്പോൾ അതിൽ എഡിറ്റിങ്ങിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി വരുന്ന വീഡിയോകളിലൊക്കെ അത് എന്താ പറയുക അങ്ങനെ ഉണ്ടാവാതൊക്കെ നോക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.